ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ ഇവിടെ ഭയങ്കര മഴയും ഇരുട്ടും ഒക്കെ ആയിരുന്നു ഗായ്സ്. ഇന്നിപ്പോൾ നേരം വെളുത്തപ്പോൾ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ടിരുന്ന തുണികൾ കൊണ്ടുവന്ന് വിരിക്കുകയാണ്. ഈ ഒരു വെയിലത്ത് തുണികളെല്ലാം എടുത്തത് തന്നെ. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വിട്ടു. ഇന്നലെ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കറണ്ടില്ല. അതുകൊണ്ട് എല്ലാം ഗ്യാസിൽ വേണം വെക്കാൻ. അങ്ങനെ ഞാൻ ചോറ് വയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. ചോറ് വയ്ക്കലാണല്ലോ ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഈ കോളിഫ്ലവർ എന്ത് കാട്ടുമെന്ന് ഇപ്പോഴും എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കരുതി ഇതൊരു ഫ്രൈ പോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് കോളിഫ്ലവറിനെ കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളിനൊക്കെ ഒരുമാതിരി സോഫ്റ്റ് പോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തത്. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടുമല്ലോ. ഇനി നമ്മൾ അരിഞ്ഞെടുത്ത കോളിഫ്ലവറിലെ ഒരു ബൗളിലോട്ട് മാറ്റി നമ്മൾ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ വല്ല കീടാണോ വിഷാംശമോ ഉണ്ടെങ്കിൽ ചത്തുപോട്ടെന്നേ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇന്ന് ബീൻസ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബീൻസും സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊന്ന് ചോറ് എൻ്റെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയായിരുന്നേ. അപ്പോഴത്തേക്ക് ചോറായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. ചോറ് ഊറ്റി ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവറിനെ എവിടെയൊന്നും തട്ടിക്കമത്തി ഇടണ്ട, നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ബീൻസ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാൻ എടുക്കുകയാണ്. ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എടുക്കണം. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ എടുക്കൽ ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ് ഗൈസ്. കാരണം പാറക്കല്ല് പോലെ ഇരിക്കുന്ന ഈ വെളിച്ചെണ്ണേനെ പരണ്ടി എടുക്കുന്നതൊരു പണി തന്നെയാണ്. അങ്ങനെ ഞാനെങ്കിലും കഷ്ടപ്പെട്ട് പരണ്ടി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ബീൻസും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആകുമ്പോഴത്തേക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്ക് ഈ ബീൻസിനെ വേവിച്ചെടുക്കാം. അടുത്തത് ഇന്ന് വയ്ക്കാൻ പോകുന്നത് രസമാണ്. അപ്പോൾ രസത്തിന് വേണ്ടിയിട്ടുള്ള തക്കാളി കട്ട് ചെയ്തെടുക്കുകയാണ്. അടുത്ത ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കണം. എൻ്റെ കയ്യിൽ ഇടികല്ലില്ലാത്തത് കൊണ്ട് ഞാൻ ചപ്പാത്തിക്കോല് വെച്ച് ചതയ്ക്കുകയാണ്. വല്ലഫന് പുല്ലുമായുധമെന്നാണല്ലോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് രസം വയ്ക്കാൻ വേണ്ടിയിട്ട് കറിച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി രസത്തിന് വേണ്ടിയുള്ള പുളി എടുക്കുകയാണ്. ഇത് വന്നിട്ട് ഒരു വീട്ടിൽ നിന്ന് വാങ്ങുന്ന പുളിയാണ് ഗൈസ്. ഇതിനകത്ത് വന്നിട്ട് തോടും കുരുവും ഇതിനകത്തുള്ള ആ ഒരു സൈഡിലുള്ള നൂല് പോലത്തെ സംഭവമൊന്നും ഇല്ല. ഫുൾ ഫ്രഷ് പുളി മാത്രമാണ്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ആ ഒരു തൊത്തൊന്നും എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പുളി ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പുളി കുതിർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മല്ലിയിലയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് എന്തിനെന്ന് വെച്ചാൽ കൈ കഴുകാനാണ് ഗൈസ്. കാരണം കൂടെ എനിക്കിങ്ങനെ കൈ കഴുകണം. അപ്പോൾ നമ്മുടെ കറിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ഉരുവി വരുമ്പോഴത്തേക്ക് കടുകും ജീരകവും ചേർത്ത് കൊടുക്കാം. കടുകും ജീരകവും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ചുവയൊക്കെ മാറി കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ലേ. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ തണുപ്പല്ലേ, അതുകൊണ്ട് കുരുമുളകൊക്കെ ഉള്ള രസം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക തൊണ്ടയ്ക്ക് സുഖം കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ മസാലയുടെ പച്ച മണമെല്ലാം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന പുളിവെള്ളയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ സമയത്ത് തന്നെ നമ്മുടെ രസത്തിന് എത്ര വെള്ളം വേണം അത്രയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാൻ മൊത്തത്തിലൊരു 3 കപ്പ് വെള്ളം, അതായത് പുളിവെള്ളം കൂടി ചേർത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാനുള്ള സമയമായി. ഞാനിവിടെ 1 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം ഉപ്പ് കുറച്ചൊന്ന് വേണം. അപ്പോഴാണ് നമ്മൾ ആ ചോറിൽ ഈ രസമൊക്കെ ഒഴിക്കുമ്പോൾ ഒരു വികാരം ഉണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ ഫീലിംഗ് തോന്നും. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ കായം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കും. 1 ടീസ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നോർമൽ ശർക്കര ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പുളിപ്പും എരിവും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഈ ഒരു മധുരവും കൂടി വേണം.
ഈ സമയത്ത് നമ്മുടെ തോരൻ എന്തായെന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ. അപ്പോഴാണ് നമ്മുടെ തോരൻ റെഡിയാവുക കേട്ടോ. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് തിരുകണം. അതും എൻ്റെ ആയുധം പ്ലെയറാണ്, കട്ടിംഗ് പ്ലെയറാണ് കേട്ടോ തേങ്ങ പൊട്ടിക്കുന്നത്. എന്നിട്ട് നേരെ കിച്ചണിൽ വന്നിട്ട് തേങ്ങ തിരുകിയെടുക്കുകയാണ്. തേങ്ങ തിരുകിയിട്ട് ഞാൻ അവിടെ ഒന്ന് തുടച്ചു കൊടുക്കും. കൂടെ ഞാൻ പറയില്ല, ഇതുപോലെ കിച്ചൺ ഒന്ന് തുടച്ചു കൊടുക്കുമ്പോൾ അത് ഞാൻ നീറ്റായിട്ട് തന്നെ കിടക്കും ഗൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് രസത്തിൻ്റെ ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടില്ലേ, അടിപൊളി രസമായിരുന്നു. ഇനി നമ്മുടെ തോരന് തേങ്ങ ചേർക്കാൻ സമയമായി. അപ്പോൾ നമുക്ക് ഫ്രൈ പാൻ്റെ മൂടി തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ തേങ്ങ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടെ തട്ടിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ തോരനാവും കേട്ടോ. അങ്ങനെ നമ്മുടെ രസം ഇപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് രസം അടുപ്പിൽ നിന്ന് എടുത്തങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ പരിപാടിയുണ്ട് ഗൈസ്. എന്താണ്, നമ്മുടെ കോളിഫ്ലവർ അവിടെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വന്നിട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 2 ടീസ്പൂൺ മൈദ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്താ കണ്ടേ, ഇതുപോലെ കോട്ടായിട്ട് വരണം. ഇനി ഒരു അരമണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണം. ഇന്ന് റൊട്ടി മേക്കർ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് എല്ലാം കൈ കൊണ്ടുള്ള പരിപാടിയാണ്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയമായി. ഇതാ കണ്ടില്ലേ, ചൂടായ എണ്ണയിലേക്ക് കോളിഫ്ലവർ ഇട്ട് ഇതുപോലെ കരിമുര ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് കണ്ടാൽ നമുക്കൊരു ചിക്കൻ 65-ൻ്റെയൊക്കെ ലുക്കുണ്ടല്ലേ. എന്നിട്ട് ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി നമുക്ക് എണ്ണയിലേക്ക് കോരിയിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫുള്ള് ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം. ഞാൻ ഈ സമയത്ത് ചപ്പാത്തിയും കൂടെ പരത്തിയെടുക്കുകയാണേ. നമ്മുടെ കൈപ്പണി മറന്നു പോകാൻ പാടില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് ആ കൈക്കല സമ്പാദിച്ചെടുത്തതല്ലേ. എന്നിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോളിഫ്ലവർ ഇങ്ങനെ നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് മൂത്ത് വരുന്നുണ്ടോ എന്നൊക്കെ. എന്നിട്ട് ഫുള്ള് ബാച്ചസും ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി വറുത്ത് കോരി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പച്ചമുളകും കൂടെ കടിച്ച് ഇതിനെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇനി ഞാൻ അതിൻ്റെ റിയാലിറ്റി ചെക്ക് നടത്താം. അതിൻ്റെ ആ ഒരു മുരുമുര സൗണ്ട് കേട്ടില്ലേ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. രസം, ബീൻസ് തോരൻ, നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ. ഇനി ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ചോറും കൂടെ സെർവ് ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് ചപ്പാത്തിയും ഇക്കാക്ക് ചോറും. പിന്നെ ഇക്ക ചപ്പാത്തിയും കഴിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് ചപ്പാത്തിയും ചുട്ടെടുക്കുകയാണ്. കുറേ ദിവസമായി ഞാൻ ചപ്പാത്തി ഇതുപോലെ ഞാൻ തന്നെ പരത്തി പാനിൽ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ഫുൾക്ക പോലെ പൊങ്ങി വരുമെന്ന് നോക്കാം. നമ്മുടെ കൈപ്പണി മറന്നോ ഗൈസ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പൊങ്ങി വരുമോ ഇല്ലയോ? പൊങ്ങി വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തി നല്ല അടിപൊളി ഫുൾക്ക പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്ക ചോറ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ തോരനും രസവും ചോറും നമ്മുടെ കോളിഫ്ലവറും ചപ്പാത്തിയും എല്ലാം കൊണ്ടുവന്ന് ഇക്കാക്ക് സെർവ് ചെയ്ത് കൊടുക്കുകയാണേ. എന്നിട്ട് നമ്മുടെ തോരനും രസവും ഒക്കെ ഇക്കാക്ക് ഞാൻ തന്നെ സെർവ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ട് കുറച്ച് അച്ചാറും കൂടെ കൊടുക്കുകയാണ്. ഇക്കാക്ക് എന്തുണ്ടെങ്കിലും കുറച്ച് അച്ചാർ വേണം. അത് ഇക്കാക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഇക്ക, കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയുണ്ട്? കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? കോളിഫ്ലവർ ഇങ്ങനെ ഉണ്ടായി കഴിക്കുമോ? ഞാൻ വന്നിട്ട് ചപ്പാത്തിയും കോളിഫ്ലവർ ഫ്രൈയും ബീൻസ് തോരനുമാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.